സമൂസ ഇല്ലാണ്ട് എന്ത് നോമ്പില്ലേ എന്ന് പറഞ്ഞോട്ട് സമൂസ വിത്തൗട്ട് ചിക്കൻ, അതായത് കുരുവി വെജിറ്റബിൾ സമൂസയാട്ടാ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരക കൂട്ടങ്ങൾ പൊട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ പുറകെ ചതച്ച് വെച്ചിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് ആദ്യം നല്ലോണം നാട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പുറകെ നല്ല പൊടി 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 പൊടിയായിട്ട് എരിഞ്ഞ ഒരു സവാളയും നല്ല കുനുകുനാന്ന് എരിഞ്ഞ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലോണം നാട് വഴറ്റി ഈ കിഴങ്ങൊക്കെ ഉണ്ടല്ലോ ഒരു പകുതി അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്തെ ആദ്യം ബീൻസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ ക്യാബേജ് കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ആ ക്യാബേജും കൂടെ ഒന്നങ്ങോട്ട് വെന്ത് വന്നാൽ നമുക്ക് ഇതിനകത്തേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് പിന്നെ കുറച്ച് മല്ലിയിലോടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടില്ലേ. നമ്മളെ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞൊക്കെ ചേർക്കണത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കുഴന്നൊന്നും വരുമൊന്നുമില്ല. സമൂസൻ്റെ ആ ഒരു ഫില്ലിങ് ഇങ്ങനെ കുഴന്നിരുന്നാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇനി നമ്മൾ സമൂസ ലീഫിൽ ഇതങ്ങോട്ട് ഫില്ല് ചെയ്താൽ പോരെ. നമ്മൾ ആ ലീഫ് മടക്കുന്ന സമയത്തെ ആദ്യം എന്താ ഇതേപോലെ കുറച്ച് പുറത്തേക്കും വരണം. പിന്നത്തെ മടക്കില്ലേ ഇതാ കുറച്ച് ഉള്ളിൽ ഇവിടെയും കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ആ മൈദ കലക്കിയ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് അങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. സംഭവം സിമ്പിളായിട്ട് നമ്മൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇനി എന്താ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇടുക. ഒരു സൈഡായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടെ ആയാലും കൂടെ എടുത്തോളൂ. നല്ല ചൂടോടുകൂടി ടൊമാറ്റോ സോസാ ഹോട്ട് സോസാ എന്ത് സോസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും സമൂസ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അതേപോലെ കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്തോളൂ.